പഞ്ചായത്ത് ഇലക്ഷൻ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാർട്ടി എന്നുള്ള വികാരമല്ലാതെ ആൾക്കാരിൽ കൂടുതൽ വരിക ഒരു വ്യക്തി എന്നുള്ള ലെവലിലാണ്. അതായത് ആ വ്യക്തി എന്താണ്, ആ വ്യക്തി എന്തൊക്കെ ചെയ്തു, ആ വ്യക്തി എന്തൊക്കെ ചെയ്യുന്നു, ആ വ്യക്തിക്ക് എന്താവാൻ പറ്റും, ഈ സാധനമാണ് ആൾക്കാർ കൂടുതൽ നോക്കുക. പ്രത്യേകിച്ച് പുതിയ തലമുറ. അതെ, പുതിയ തലമുറ. യെസ്, നമ്മളിപ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സാധനമാണ് ആൾക്കാർക്കിടയിലുള്ളൊരു സമ്മതി അല്ലെങ്കിൽ ആൾക്കാർക്കിടയിലുള്ള ഇടപെടൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പൊ മുജീബാക്കാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മൂപ്പർക്ക് ആൾക്കാർക്കിടയിലുള്ളൊരു ഇടപെടൽ കാര്യങ്ങളൊക്കെ വരുന്നത്? മുജീബാക്കാനെ സംബന്ധിച്ചിടത്തോളം മുജീബാക്ക ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷമായിട്ട് നമ്മളെ നാട്ടിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 എന്നല്ല, ഏകദേശം കണക്ക് വെച്ച് പറയുമ്പോൾ അപ്പം അന്ന് മുതലേ നമ്മളെ ഓരോ വീടുകളിലും മൂപ്പര് സേവനപരമായിട്ട് കയറി ഇറങ്ങുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരുപാട് സഹായങ്ങൾക്ക് മൂപ്പര് നമ്മുടെ നാട്ടിലെല്ലാ വീടുകളായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഡോർ ബോയ് എന്താ പറയാ, അങ്ങനെ സംഭവമുണ്ടല്ലോ. അതായത് ഇലക്ഷനായിട്ട് നമ്മള് എന്താ പറയാ ഒരു ദാനം പൊക്കി പിടിച്ചിറങ്ങുന്ന അതല്ല. അതിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്കൊരു വോട്ട് വേണ്ടെന്നുള്ള ലെവലിലാണ് മൂപ്പരെ സംസാരം. സേവനമായിട്ടുള്ളതൊന്നും നമ്മളോട് പറയണ്ട. മൂപ്പര് നമ്മള് ഇതിനു മുമ്പ് മൂപ്പര് വിളിച്ചിരുന്നു, നമ്മള് സംസാരിക്കില്ല, ജസ്റ്റ് ടോക്ക് ചെയ്യില്ല. മൂപ്പർക്ക് അതിന് വലിയ താല്പര്യമില്ല. അപ്പം നമ്മള് ഈ 2 വിഷയങ്ങൾ പറഞ്ഞ് ഒരു കാര്യം കൂടി പറയണം. അതായത് ഇപ്പൊ സമൂഹത്തിൽ വികസനം കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു സാമൂഹിക കാഴ്ചപ്പാട് വേണം. അയാൾ ബ്രോഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് പറയുമ്പോൾ ശരിക്കും നമ്മൾ നോക്കണം എങ്ങനെ ഈ കാൻഡിഡേറ്റിന് ഈ ഒരു ലെവലിൽ ചിന്തിക്കാൻ പറ്റും. അയാൾ അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊരു സേവന പാരമ്പര്യം നോക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. സേവനപരം നമ്മളിപ്പോ ഓൾറെഡി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടും ഒരുപാട് ആളാണ്. അല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് ആ ഒരു പൾസ് എന്താണ്, യൂത്ത് അറിയുന്ന പൾസ് നമുക്ക് അറിയാം. യൂത്തിന് അറിയുന്ന നമ്മുടെ നാടിനറിയുന്ന എല്ലാവർക്കും ഒരു കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയാം. എല്ലാവർക്കും വിശ്വസ്തരായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പണന്റ് കാൻഡിഡേറ്റ് ഒക്കെ വളരെ ലേറ്റ് ആയിട്ടൊക്കെ. നമ്മൾ ഈ ഒരു ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ വാർഡ് വിഭജനം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ 7ാം വാർഡ് എന്നുള്ളത് 8ാം വാർഡായി പള്ളിമുക്ക് അല്ലെ. അപ്പൊ അതിൽ തന്നെ പള്ളിമുക്കിന്റെ ഒരു ഹൃദയഭാഗം തന്നെ നമ്മള് പള്ളിമുക്കിന്ന് അടർന്നു പോയിട്ടുണ്ട്. അപ്പൊ പള്ളിമുക്കിന് പുതിയൊരു വാർഡിന്റെ നമ്മള് വാർഡ് വല്ലതൊക്കെ പോയി മാറിപ്പോകുന്ന സംഭവമാണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ മാറി ഒരു ഇത് പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു സെൻട്രൽ ഏരിയ എന്ന് പറഞ്ഞാൽ ചീതമല തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇത് കുറച്ച് മുമ്പേ കണ്ടിട്ടുണ്ട്. അവർ കുറെ മുമ്പ് തന്നെ അവിടെ തന്നെ ഒരു പോയിന്റ് ആക്കി വെച്ചു. ഇനി ഈ വാർഡിന്റെ ഒരു ഹൃദയഭാഗം ചീതമലാണ്. അപ്പൊ അതിന്റെ ഓരോ സ്ഥലങ്ങൾ നോക്കിയാൽ അറിയാലോ. അപ്പൊ പലർക്കും പല കൺഫ്യൂഷൻസും കാര്യമുണ്ട്. ഈ വാർഡിന്റെ ഏത് ഭാഗമാണ് അറിഞ്ഞൂടാ, എന്താണ് എങ്ങനെയാണ് അതിര് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിൽ അതെ, ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കളത്തിങ്ങൽ മുക്ക്, KP മുക്ക്, പിന്നെ ഇങ്ങോട്ട് പോകുന്ന നമ്മള് ചീതമല ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ഇങ്ങനെ കുറുക്കംകുന്ന് ഏരിയ, ദെൻ വടക്കേൽ മുക്ക്, പിന്നെ അവിടുന്ന് ഇങ്ങനെ നമ്മൾ നാട്ടിൽ പോകുന്ന കഴിഞ്ഞാൽ അത് പള്ളിമുക്ക് അങ്ങാടിക്ക് എത്തിക്കഴിഞ്ഞാല് അങ്ങാടി നമ്മൾ ഈ പിന്നെ ഓഡിറ്റോറിയത്തിന്റെ ആ ഒരു ഏരിയ, പിന്നെ ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴമുക്ക്, ആശാരിമുക്ക്, പിന്നെ ആനപ്പാറ. ഇതൊക്കെ കൂടി സംക്ഷിപ്തമായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വരുന്ന 8ാം വാർഡ്. നമ്മള് ആ ഒരു കഴിഞ്ഞ 5 കൊല്ലത്തേക്ക് ഒന്നും കൂടി തിരിച്ചു വരണം. അങ്ങനെ ഒരു വികസനമാണോ പള്ളിമുക്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ 5 കൊല്ലം ഉണ്ടായത്? തീർച്ചയായിട്ടും നോ. നമുക്ക് ആ വികസനത്തിന്റെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കുന്നുള്ളത്. അതെ അതെ, സ്റ്റിക്കർ പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി നോക്കിയാല് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഒരാൾക്കും എതിരില്ല. ശരിക്കും വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും വേണ്ട ഒരാളാണ്. മുജിബാക്ക 10 കൊല്ലം വരെ ചീതമലുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് സേവനം എടുക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പൊട്ടിപ്പൊളക്കുന്ന കുറെ ആശയങ്ങളാണ്. അതായത് ഇതിങ്ങനെ അതല്ല ഇപ്പൊ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്നാണല്ലോ. അപ്പൊ ഒരു ചിന്തിക്കട്ടെ. വെറുതെ പല കൊള്ളയായ വാഗ്ദാനങ്ങൾ